ഇന്ന് നമ്മൾ കോഫി യൂസ് ചെയ്തിട്ട് പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കുന്നത്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൽഹ ക്രിയേഷൻ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് A4 പേപ്പറാണ്. ഇത് നമ്മളൊന്ന് മടക്കി കട്ട് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ മടക്കിയിട്ട് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് വേറൊന്നും അല്ല, ഇത് നമ്മളുടെ മെയിൻ സംഭവമായിട്ടുള്ള കോഫി സൊല്യൂഷനാണ്. ഇതിൽ കോഫിയും വെള്ളവും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഡാർക്കായിട്ടും ലൈറ്റായിട്ടും ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാം. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിലുള്ള പേപ്പറിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിലൊരു പേപ്പർ യൂസ് ചെയ്തിട്ട് വരച്ചതെങ്കിലും പിന്നീട് ആ ഒരു പേപ്പർ കണ്ടപ്പോഴും അതിലും എന്തെങ്കിലും ചെയ്യാമെന്ന് തോന്നിയതുകൊണ്ട് പിന്നെ കളഞ്ഞില്ല. ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ ഉണക്കിയെടുക്കാം. സോ അതേപോലെ കോഫി അടിച്ച ആ പേപ്പേഴ്സ് നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഉണങ്ങിയിട്ട് നമുക്കിനി അതെടുത്ത് ചെയ്യാം. ഇനി വേറെ കുറച്ച് എക്സ്ട്രാ പേപ്പേഴ്സ് എടുത്തിട്ട് ഞാൻ ഡിസൈൻ ചെയ്യുന്നുണ്ട്. സോ ഓരോന്നിൽ സർക്കിൾസും പിന്നെ ചിലതിൽ ബ്ലോബ്സും പിന്നെ ലൈൻസും എല്ലാം വരച്ചിട്ടുള്ള സിമ്പിൾ ഡിസൈനിങ് ആണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ ഇഷ്ടത്തിനുള്ള ജേർണലിംഗ് ആണ് ചെയ്യുന്നത്. സോ ഇഷ്ടമുള്ള രീതിയിൽ പാറ്റേൺ പേപ്പേഴ്സും നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതൊരു സിമ്പിൾ മെത്തേഡാണ് പാറ്റേൺ പേപ്പേഴ്സ് വീട്ടിൽ ചെയ്യുന്നതിനുള്ളത്. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വേറെയും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇപ്പം ഞാൻ കോഫി സൊല്യൂഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ ലാസ്റ്റ് ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തിട്ട് കൂടി ഇതിൽ ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോഫി സൊല്യൂഷൻ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് മതി എന്നുള്ളവർക്ക് അങ്ങനെ മാത്രമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ചുകൂടെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഡിസൈൻ. ബാക്കി എല്ലാ പേപ്പേഴ്സും ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. ഇതാണ് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്ക്. ഇനി ബ്ലാക്ക് മാർക്കർ പെന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഓരോരോ ഡിസൈൻസ് വരച്ചു കൊടുക്കണം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ഞാൻ കുറച്ച് ലീഫി ഡിസൈൻസും പിന്നെ ലൈൻസും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു സിമ്പിൾ ഡിസൈനിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ജേർണൽ സപ്ലൈസ് മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ആ അടിയിൽ വെച്ചിട്ട് യൂസ് ചെയ്ത ഈ ഒരു പേപ്പറാണിത്. ഇതിൽ ഞാൻ ജസ്റ്റ് കോട്ട്സ് എന്തൊക്കെയോ എഴുതുകയാണ്. കോട്ട്സ് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നി എന്തൊക്കെയോ ഇങ്ങനെ എഴുതി കൊടുത്തു. അപ്പോൾ അതും ഒരു ഡിസൈനായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. ആ ഒരു പേപ്പർ വേസ്റ്റ് ആവുകയും ചെയ്തില്ല. ആ ഒരു പാറ്റേൺ പേപ്പർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഈ ഒരു പേപ്പറിൽ വരയ്ക്കാൻ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നീട് ജസ്റ്റ് ഇതുപോലെ കുറച്ച് സർക്കിൾസ് വരച്ചിട്ട് ഈ മെഹന്തിയിലൊക്കെ നമ്മൾ വരയ്ക്കില്ലേ, അതുപോലത്തെ സർക്കിൾസും പിന്നെ കുറച്ച് ഡോട്ട്സും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റിയലി എക്സൈറ്റഡ് ആണ്. എന്തായാലും നമുക്ക് ബാക്കി സപ്ലൈസോടെ മേക്ക് ചെയ്തതിന് ശേഷം ജേർണലിംഗ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അല്ലാണ്ട് കുറച്ച് സാധനങ്ങൾ ജേർണലിംഗിന് യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ അത് യൂസ് ചെയ്തിട്ടുള്ള ജേർണലിംഗ് വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ ഹാൻഡ് മെയ്ഡ് ജേർണൽസ് ആണ് കുറച്ച് പേർക്ക് ഇഷ്ടം. അപ്പോൾ അവർ ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് സപ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഈ ഒരു പേപ്പറിൽ ഹാർട്ടിൻ്റെ ഡിസൈൻ വരച്ചു, പിന്നെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡോട്ട്സ് കാണുന്നുണ്ട്. ഞാൻ പേപ്പർ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോട്ട്സ് വെച്ച് വരയ്ക്കുന്നത്. പിന്നെ ഇതിൽ ഓൾറെഡി ലൈൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് താഴെയായിട്ട് വീണ്ടും കുറച്ച് ലൈൻസ് കൂടെ വരച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തു കൊടുത്തത്. ഇനി ഇതിൽ ഞാൻ ഈ ഒരു ബ്ലോബ്സ് ഇതുപോലെ വരച്ചതിന് ശേഷം ഉള്ളിലോട്ട് വരച്ച് നമ്മൾ ഇല്യൂഷനായിട്ട് ചെയ്യില്ലേ, അതുപോലെ. പക്ഷേ ഇതിൽ ഇല്യൂഷനായിട്ട് വരുന്നില്ല, അല്ലാണ്ട് ജസ്റ്റ് വരച്ചു കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലാസ്റ്റ് പേപ്പറും കൂടെ ഡിസൈൻ ചെയ്യാനുണ്ട്. പിന്നെ ഇതിലും കൂടെ ഒന്ന് ഡോട്ട്സ് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഇതിലും കൂടെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ഡിസൈൻ ചെയ്യാം. ഇതിൽ നമ്മളുടെ ചെറിയ ടിപ്പുള്ള മാർക്കർ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ വലിയ മാർക്കറാണ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നത്. ഞാൻ ഇതിൽ ഇതുപോലെ കുറച്ച് സ്ക്വയർ ബോക്സസ് വരച്ചു. എന്നിട്ട് അതിൽ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതോടെ എല്ലാ പാറ്റേൺ പേപ്പേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജേർണലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള ജേർണലിംഗ് വീഡിയോസ് ഈ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഏത് പാറ്റേൺ പേപ്പറാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കൂടി കമൻറ്റ് ചെയ്യണം. ഇത് രണ്ടും ഞാൻ അല്ലാണ്ട് മേക്ക് ചെയ്തിട്ടുള്ള 2 പാറ്റേൺ പേപ്പേഴ്സാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.